ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ദിവസവും എന്തെങ്കിലും ഒരു ഇലക്കറി കൂട്ടിയാൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഇലക്കറി, അതായത് മുരിങ്ങയില, മത്തനില, പയറിൻ്റെ ഇല, അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അതിലുള്ള ഏതെങ്കിലും ഒരു ഇലയൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങളുടെ പറമ്പിലിപ്പോൾ കൂടുതലായിട്ട് ഈ വാഴയുടെ സൈഡിലേക്കൊക്കെ ഞാൻ ഈ കൊഴുപ്പ് പറിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നല്ലോണം ചുറ്റിനും നല്ല ഭംഗിയായിട്ട് മുളച്ചിങ്ങനെ നിൽക്കുക. ഒരു ദിവസം വീഡിയോ ഞാനത് ഇടാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൂമ്പ് മാത്രം കിള്ളിയെടുത്ത് അടിപൊളി ടേസ്റ്റാട്ടോ. കൊഴുപ്പ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. തോരനേക്കാളും എനിക്കിഷ്ടം മെഴുക്കുവരട്ടി. പക്ഷേ തോരൻ ഉണ്ടാക്കുന്നതിലും ഗുണം കിട്ടുന്നത് മെഴുക്കുവരട്ടിക്കാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഈ എന്ത് ഇലക്കറി ആണെങ്കിലും മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതായത് തോരനിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നു, വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഗുണങ്ങൾ നമുക്ക് കിട്ടാനാണ് നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അത് മെഴുക്കുവരട്ടിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഉള്ളിയും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അത് മാത്രമല്ല, ടേസ്റ്റും കൂടുതലാട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ഈ മുളകൊക്കെ ചതച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊഴുപ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഉണ്ടായിരുന്നേ. അപ്പം ഞാനത് നല്ലോണം കഴുകി കുക്കറിലിട്ട് വേവിച്ച് മത്ത് വെച്ച് ഉടച്ചെടുത്തേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ എണ്ണ ചൂടായതിലേക്ക് ഇപ്പോൾ കൊഴുപ്പ് കാണിച്ചില്ല, ആ കൊഴുപ്പ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഇട്ട് ഇളക്കി വെളുത്തുള്ളിയും ഉള്ളിയും, ചെറിയ ഉള്ളി ആട്ടോ ഞാൻ ഇട്ടേക്കണം, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളക് ചതച്ച് അതും ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ചീരയിട്ട് ഇളക്കി. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ ചക്കക്കുരു പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച്. എന്നാ ടേസ്റ്റാണെന്നറിയാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക കേട്ടോ.